ചെമ്പനിപ്പു സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചിയുടെ കാറിൽ മലേഷ്യയിൽ നിന്ന് വന്ന ഒരു അച്ഛനും അമ്മയും വരുന്നുണ്ട്. അവരെ കൂട്ടിയിട്ട് സച്ചിയാണെങ്കിൽ വീട്ടിലേക്ക് വരുവാണ്. മലേഷ്യ എന്ന് വന്നതുകൊണ്ട് തന്നെ ശ്രുതിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കൂടി സാധിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് സച്ചി അവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിൽ അവർ വന്നിരിക്കുന്നത് മലേഷ്യ എന്നാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തനിക്ക് പല്ലുവേദനയാണ്, സംസാരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പല്ലുവേദനയായ ശ്രുതിയെ തനിച്ചു വിടാതെ നമ്മുടെ വർഷയും കൂടെ ചെല്ലുന്നുണ്ട് കേട്ടോ. അവര് വന്ന കറക്റ്റ് സമയത്ത് തന്നെ ശ്രുതിക്ക് പല്ലുവേദന വന്നതിൽ സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും നല്ല സംശയമുണ്ട്. അവരുടെ മുമ്പിൽ ചെന്നപ്പെട്ട് വാ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കള്ളത്തരം പുറത്താകും. ആ ഭയം കൊണ്ടാണ് ശ്രുതി പല്ലുവേദന അഭിനയിച്ച് പോയെന്നുള്ള കാര്യം മനസ്സിലാവാണ് സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും. എന്തായാലും കൂടെ പോയിരിക്കുന്നത് വർഷയാണല്ലോ. സാധാരണ തന്നെ വർഷ 100 ചോദ്യങ്ങൾ ചോദിക്കും. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം കൂടി രേവതി പറയുന്നുണ്ട്. എന്തായാലും അവർ തിരിച്ചു വരട്ടെ, ബാക്കി അത് കഴിഞ്ഞ് നോക്കാം എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത്. ഇതുവരെയുള്ള എപ്പിസോഡിന്റെ വിശേഷങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ശ്രുതിയെയും കൂട്ടിയിട്ട് നേരെ വർഷ ചെല്ലുന്നത് ഡെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വർഷ ഞാൻ നോക്കിക്കോളാം, നീ പൊക്കോ എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. വേദന നിൽക്കുന്ന ശ്രുതി ചേച്ചിയെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകുന്നത്? ഇല്ല, ഇപ്പൊ എനിക്ക് വേദന കുറച്ച് കുറവുണ്ട്, നമുക്ക് ഇപ്പൊ പോകാം, പിന്നീട് ഒരു ദിവസം വന്നിട്ട് ഞാൻ കാണിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വർഷയല്ല ആള് ശ്രുതി ചേച്ചി ഇവിടെ ഇരിക്കെ പല്ലുവേദന വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ വിട്ടു കളയാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നെർവ്സും പല്ലുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ശരിക്ക് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവുന്നൊക്കെ വർഷ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അർജന്റായിട്ട് ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാനുണ്ട്, ഞാൻ സുധിയും കൂട്ടിയിട്ട് നാളെ വന്ന് കാണിച്ചോളാം എന്ന് വർഷയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അയ്യോ ശ്രുതി ചേച്ചി അങ്ങനെ വിട്ടുകളയാൻ വേണ്ടി പറ്റില്ല, ചേച്ചി ഒരു കാര്യം ചെയ്യേ, ക്ലയന്റിനെ വിളിച്ചിട്ട് നാളെ വരാ എന്നുള്ള കാര്യം പറ. വർഷ ഒരു രീതിയിലും വിടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെയും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ക്ലയന്റ് ആണെന്ന് പറയണേ, അതൊക്കെ നമുക്ക് നോക്കാം ചേച്ചി, ആദ്യം നമ്മുടെ ഹെൽത്ത് അല്ലേ പ്രധാനം. അപ്പോഴേക്കും സിസ്റ്റർ വന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്. ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വർഷ വരണ്ട, ഇവിടെ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി ചേച്ചി സംസാരിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് വേണ്ട, ഞാനും കൂടെ വരാം, ചേച്ചി വാ എന്ന് പറഞ്ഞിട്ട് വർഷ തന്നെ കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ശ്രുതിയെ. ഡോക്ടർ ഉള്ളിലേക്ക് ചെന്ന ഉടനെ തന്നെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. പല്ലുവേദനയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ഇരുത്തുവാണ്. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ പെയിന് കുറവുണ്ട്, എന്തെങ്കിലും ടാബ്ലറ്റ്സ് എഴുതി തന്നാൽ മതി എന്ന് പറയുകയാണേ. എന്താണെന്നുള്ള കാര്യം നോക്കാതെ ഞാൻ എങ്ങനെ ടാബ്ലറ്റ്സ് എഴുതി തരുന്നത് എന്നുള്ള കാര്യം ഡോക്ടർ തിരിച്ച് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും ശ്രുതി ഇങ്ങനെ മടിച്ചു നിൽക്കുവാണല്ലോ. എന്നാൽ വർഷ തന്നെ പിടിച്ച് അങ്ങോട്ട് ഇരുത്തുവാണ്. കിടന്നിട്ടാണല്ലോ പല്ലിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കിടക്കാനൊക്കെ മടി കാണിക്കുമ്പോൾ തലയൊക്കെ പിടിച്ചിട്ട് അങ്ങ് കിടത്തുന്നുണ്ട് വർഷ. അത് കഴിഞ്ഞതിന് ശേഷം വായ തുറക്കാൻ വേണ്ടിയിട്ട് പറയുകയാണേ. ആ സമയത്താണ് വർഷയ്ക്ക് ജോണി യെസ് പാപ്പ ഓപ്പൺ യുവർ മൗത്ത് ഹാ ഉണ്ടല്ലോ, അത് ഓർമ്മ വരുന്നത്. അതിനെക്കുറിച്ച് വർഷ ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട്. ഡോക്ടർ ആണെങ്കിൽ ജോക്കാണെന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം ഏത് സൈഡിലാണ് വേദന ഉള്ളതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് വേദന, ഇപ്പൊ പെട്ടെന്ന് വന്നതാണ്, മോർണിംഗ് ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഡോക്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നത് ഇവർ ചെക്ക് ചെയ്തല്ലോ, വേദന ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഇവർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടുമല്ലോ എന്നുള്ള ടെൻഷനിലാണ് ആളിരിക്കുന്നത്. എന്നാൽ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു പല്ലിന് കേടുണ്ടെന്ന് പറയുകയാണേ. പല്ലിന് കേടുണ്ടെന്നുള്ള കാര്യം കേൾക്കുമ്പോൾ വർഷയും നോക്കുന്നുണ്ടേ. ശ്രുതി ചേച്ചിയുടെ പല്ലിന് കേടുള്ളതുകൊണ്ടാണല്ലേ ഇത്രയും പെയിൻ ഉണ്ടായിരുന്നത്, പല്ല് ഇങ്ങനെ തന്നെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, അത് ബാക്കിയുള്ള പല്ലിനും കൂടി സ്പ്രെഡ് ആകും. ശ്രുതി ചേച്ചി എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മൾ വന്നത് നന്നായി, അല്ലെങ്കിൽ പെയിൻ കൂടിയാൻ. ഇല്ല, എന്റെ പല്ലിന് കുഴപ്പമൊന്നുമില്ല എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ശ്രുതിയെ അവിടെ തന്നെ കിടത്തുന്നുണ്ട് കേട്ടോ വർഷ. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഡോക്ടറെ അടുത്ത് ചോദിക്കുകയാണ്. ആ പല്ല് പറിച്ചു കളയണോ എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ കിടന്ന ശ്രുതി അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. വേണ്ട ഡോക്ടർ, പറിക്കേണ്ട എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ശ്രുതി ചേച്ചി എന്തിനാ ഭയപ്പെടുന്നത്, ഞാനില്ലേ കൂടെ, ഒരു പല്ല് മാത്രമല്ലേ പറിക്കേണ്ടതുള്ളൂ, അത് അങ്ങനെ തന്നെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പല്ലിനെയും കൂടി അത് ബാധിക്കും, പിന്നെ മൊത്തം പല്ല് സെറ്റ് വെക്കേണ്ടി വരും. ശ്രുതി ചേച്ചി എന്തിനാണ് ഭയപ്പെടുന്നത്, ഞാൻ കൂടെ ഇല്ലേ. അതുപോലെ തന്നെ ഡോക്ടറും പറയുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട, കുറച്ച് സമയം മാത്രമേ എടുക്കുള്ളൂ, സെഡേഷൻ ചെയ്തിട്ടാണ് പല്ല് എടുക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല എന്നും കൂടി പറയുന്നുണ്ട്. ഇല്ല ഡോക്ടർ, ഞാൻ പിന്നെ വന്നിട്ട് പല്ല് പറിച്ചോളാം എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും വർഷയാണെങ്കിൽ പിടിച്ച് കിടത്തുവാണേ. ഞാനില്ലേ ചേച്ചി, പിന്നെ ചേച്ചി എന്തിനാ ഭയപ്പെടുന്നത്, ഡോക്ടർ ഇവരിങ്ങനെ തന്നെ പറയുള്ളൂ, പല്ല് പറിച്ചോളൂ എന്ന് വർഷ അങ്ങ് പറയുവാണേ. ഡോക്ടർ വേഗം തന്നെ പല്ലെടുത്തോളൂ, ഞാൻ പിടിച്ചു വെക്കാം എന്ന് പറഞ്ഞിട്ട് വർഷ തന്നെ ശ്രുതിയെ പിടിച്ചു വെൽക്കുന്നുണ്ട്. ശ്രുതി എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ വർഷ ശ്രുതിയെ പിടിച്ചു വെക്കുകയും ഡോക്ടർ പല്ല് പറിക്കുകയും ചെയ്യുന്നുണ്ട്. പുറത്തു വന്ന ഉടനെ തന്നെ
ഈ ഐസ്ക്രീം കഴിച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ട് സിസ്റ്റർ ഒരു ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 6-7 എണ്ണം കൂടി എടുക്കാൻ വേണ്ടിയിട്ട് വർഷ പറയുന്നുണ്ട്. ഞങ്ങളെന്താ ഇവിടെ ഐസ്ക്രീം കമ്പനിയാണോ നടത്തുന്നതെന്ന് സിസ്റ്റർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ബില്ലിനകത്ത് ആഡ് ചെയ്തോളൂ, ഞാൻ പേയ്മെന്റ് ചെയ്തോളാം എന്ന് പറയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അടുത്ത് അവിടെ ഇരിക്കാനും കൂടി വർഷ പറയുന്നുണ്ട്. ശ്രുതി അവിടെ ഇങ്ങനെ പെയിനോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അതേസമയം വർഷ നല്ല എൻജോയ് ചെയ്തുകൊണ്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അതേസമയം വീട്ടില് നമ്മുടെ സച്ചി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ഗസ്റ്റ് ഉണ്ടല്ലോ, അവര് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചത്. ചന്ദ്രമതി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് ചന്ദ്രമതിയോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ രവി ആണെങ്കിൽ എന്റെ മരുമകളാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം പറഞ്ഞിട്ട് രേവതിയെ കാണിച്ചു കൊടുക്കുവാണ്. വർഷ തന്നെ സഹായിച്ചു എന്നുള്ള കാര്യം കൂടി രേവതി അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഭക്ഷണം എന്തായാലും വളരെ നന്നായിട്ടുണ്ട്, ഞങ്ങൾ ഇറങ്ങാ എന്ന് പറഞ്ഞിട്ട് അവര് പോകുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ ഇപ്പോ എന്റെ മരുമകൾ വരും, നിങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരല്ലേ, നിങ്ങൾക്ക് കുറച്ചേരം സംസാരിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവര് പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ രവി ആണെങ്കിൽ അവക്ക് പെട്ടെന്ന് പല്ലുവേദന വന്നല്ലോ. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അതെ അവക്കല്ലെങ്കിലും പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ വരുന്നത്. അപ്പോഴേക്കും സുധി അങ്ങോട്ട് കയറി വരുന്നത് കാണുവാണ്. വന്ന ഉടനെ തന്നെ ഇതാണ് എന്റെ മൂത്ത പയ്യൻ സുധി എന്ന് പറഞ്ഞിട്ട് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവരാണോ മലേഷ്യ മരുമകൻ എന്ന് ചോദിക്കുമ്പോ അതെ ഇവര് സുധി മലേഷ്യ എന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് അവരെ സുധിക്കും പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. ഞങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നിങ്ങളുടെ വൈഫിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവള് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി എന്ന് ആ വന്നിരിക്കുന്ന ഗസ്റ്റ് പറയുകയാണെ. ഹോസ്പിറ്റലിലോ? അമ്മേ ശ്രുതിക്ക് എന്ത് പറ്റിയെന്ന് സുധി അന്വേഷിക്കുവാണേ. അവക്ക് പെട്ടെന്നൊരു പല്ലുവേദന, ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അവള് തന്നെയാണോ പോയത്? അമ്മ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. സുധിയേട്ടൻ പേടിക്കൊന്നും വേണ്ട, വർഷ കൂടെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും വന്നിരിക്കുന്ന ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ കണ്ടതിലും സംസാരിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്, ഞങ്ങൾ ഇറങ്ങുവാണ്, വീണ്ടും വരണേ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവരെ യാത്ര അയക്കുന്നത്. ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. രവി പറയുന്നുണ്ട് എത്ര നല്ല ആൾക്കാരാണെന്ന്. എന്തായാലും അച്ഛാ അവരിവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ്, നമുക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ. ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. രേവതിയുടെ അടുത്ത് ചെന്നിട്ട് സച്ചി ചോദിക്കുന്നത് എന്തായിരിക്കും പൗഡർ എടുത്ത് ഇതുവരെ വരാത്തതെന്നാണ്. സച്ചേട്ടൻ എന്തിനാണ് അവളുടെ കാര്യം അന്വേഷിക്കുന്നതെന്നാണ് കേട്ടോ രേവതി ചോദിക്കുന്നത്. അവള് കള്ളം പറഞ്ഞിട്ടല്ല ഇവിടുന്ന് പോയിരിക്കുന്നത്, അതുകൊണ്ട് ഇന്ന് എന്തായാലും പിടിക്കപ്പെടും. അപ്പോഴേക്കും ശ്രുതിയും അതുപോലെ വർഷയും കൂടി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ശ്രുതി വരുന്ന കാണുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ അരികിലേക്ക് ചെന്നിട്ട് ശ്രുതി എന്ത് പറ്റി, ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അരികിലേക്ക് ശ്രുതിയും എത്തുന്നുണ്ട്. ശ്രുതി എന്താ നിനക്ക് പറ്റിയത്, പല്ലുവേദന എന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ, ഡോക്ടർ എന്താണ് പറഞ്ഞത്? ഞാനും ചേച്ചിയും കൂട്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഇവരെന്തൊക്കെ ചോദിച്ചിട്ടും ശ്രുതി മിണ്ടാതിരിക്കുവാണല്ലോ. എന്താ ശ്രുതി മിണ്ടാത്ത എന്നുള്ള കാര്യം ശ്രുതി പ്രത്യേകം എടുത്ത് ചോദിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ചേച്ചിയുടെ ഒരു കേടായിട്ടുള്ള പല്ലുണ്ടായിരുന്നു, അത് പൊരിച്ചെടുത്തു. പല്ലില് അത്രയ്ക്കും കാവിറ്റീസ് ഉണ്ടായിരുന്നു. പല്ലില് കേടുവരാൻ മാത്രം നീ നന്നായിട്ട് സ്വീറ്റ് ഒക്കെ കഴിക്കുമോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട്. ഇല്ല അങ്കിൾ, അതിന് മാത്രം കേടില്ല, ചെറിയ കേടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞതാണ് പല്ല് പറിക്കണ്ടെന്ന്, ഡോക്ടറും അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വർഷയാണ് ഡോക്ടറെ കൊണ്ട് നിർബന്ധിച്ച് പല്ലെടുപ്പിച്ചത്. അത് കേട്ട ഉടനെ തന്നെ സച്ചിയും അതുപോലെ രേവതിയും ഭയങ്കര ചിരിയാണേ. വർഷ മനഃപൂർവ്വം ചെയ്തതാന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്ക് മനസ്സിലാവുന്നുണ്ട്. വർഷയും ചിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് വർഷയുടെ കയ്യിലുള്ള ബോക്സ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഇതിനകത്തെന്ന് ശ്രീകാന്ത് ചോദിക്കും. ഐസ്ക്രീമാണ്. ഇങ്ങനെ പല്ല് പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ പറഞ്ഞത് ഐസ്ക്രീം കഴിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ചേർത്ത് മേടിച്ചിട്ടാ വന്നത്. ആദ്യം തന്നെ കൈയിട്ട് വരിയെടുക്കുന്നത് സുധിയാണ്, ചന്ദ്രമതിക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചാലല്ലേ കേടാവുള്ളൂ പല്ല് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ പല്ല് പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവുമല്ലോ, അതിന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി പറയുന്നതെന്ന് ശ്രീകാന്ത് രേവതിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്. എല്ലാവർക്കും വർഷ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതിക്കും. നിനക്കെങ്ങനെ ശ്രുതി പെട്ടെന്നൊരു പല്ലുവേദന വന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. പിന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടാണോ പല്ലുവേദന വരുന്നതെന്ന് തിരിച്ച് തർക്കുത്തരൊക്കെ പറയുന്നുണ്ട് ശ്രുതി. ഞാന് പല്ല് പറിക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞതാണ്, എന്നാൽ വർഷയാണ് നിർബന്ധിച്ച് പറപ്പിച്ചത്. ചേച്ചി കാവിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു പല്ലല്ലേ ഇപ്പൊ പോയുള്ളൂ, അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ പല്ലിനെയും അത് ബാധിക്കും. പിന്നെ മൊത്തം സെറ്റ് പല്ല് വെക്കേണ്ടി വരും. ശ്രുതി, ഇത്ര നേരം ആ മലേഷ്യക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, നിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അപ്പോഴേക്കും നിനക്ക് പല്ലുവേദന വന്ന് പോകേണ്ടി വരുന്നില്ലേ? പല്ലുവേദന വന്നത് തന്നെ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് സച്ചി ഇങ്ങനെ പെറുപിറുക്കുന്നുണ്ട്. നീ എന്താടാ പറഞ്ഞെന്ന് ശ്രുതി ചോദിക്കുമ്പോ ഒന്നുമില്ലടാ, പല്ലുവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അവർക്ക് മലേഷ്യയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് അറിയാം. നീ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളും അവരുടെ അടുത്ത് ചോദിക്കാമായിരുന്നു. ആ നാട്ടിലെ നിയമം അനുസരിച്ചിട്ട് നിന്റെ അച്ഛനെ എങ്ങനെ പുറത്തെടുക്കണ്ടേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കായിരുന്നു. ചന്ദ്ര ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രുതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ പല്ലുവേദന അഭിനയിച്ചിട്ട് ഇവിടുന്ന് പോയത്.
പക്ഷെ ഇങ്ങനെയാവുന്നുള്ള കാര്യം ശ്രുതി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ആന്റി, എനിക്ക് നല്ല പെയിൻ ഉണ്ട്, ഞാനൊന്ന് പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മുറിയിലേക്ക് പോവാണ് ശ്രുതി. ചന്ദ്രയും അതുപോലെ എല്ലാവരും ഭയങ്കരമായിട്ട് ടേസ്റ്റോടുകൂടി ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സച്ചിയും രേവതി മാറി നിന്നിട്ട് ഇങ്ങനെ ആയി പോയല്ലോ എന്ന് സച്ചി പറയുവാണേ. കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പല്ല് പറിക്കുക തന്നെ ചെയ്യില്ലേ? അതുമാത്രല്ല സച്ചിട്ട, ഇവിടുന്ന് പോകുന്ന സമയത്ത് ശ്രുതിക്ക് പല്ലുവേദന ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇപ്പൊ എന്തായാലും അവൾക്ക് നല്ല പല്ലുവേദനയുണ്ട്. പെട്ടെന്ന് പൗഡർ എടുത്തേക്ക് എവിടുന്നാണ് പല്ലുവേദന വന്നതെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും നമ്മൾ നാട്ടിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പ്രത്യേക സ്നേഹം തോന്നില്ലേ? നമ്മൾ നാട്ടിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് വിശേഷം, അവിടെ എന്തെല്ലാം മാറ്റങ്ങളെ കണ്ടെന്നുള്ള വന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കില്ലേ? എന്നാ പൗഡർ എടുത്തിയാണെന്നുണ്ടെങ്കിൽ അവരെ കണ്ടപ്പോൾ തന്നെ രക്ഷപ്പെട്ട് ഓടാനാണ് ശ്രമിച്ചത്. ഒരുപക്ഷെ സച്ചേട്ട അവൾക്ക് ശരിക്കും പല്ലുവേദന വന്നിട്ടുണ്ടെങ്കിലോ? ഇല്ല രേവതി, ഒരിക്കലും ഇല്ല. അവള് ചുമ്മാ പറഞ്ഞതാണ്. എന്നാ വർഷയാണെങ്കിൽ അവളെ കൊണ്ടുപോയിട്ട് പല്ല് പറപ്പിച്ചിട്ട് കൊണ്ടുവന്നത് കണ്ടില്ലേ? എങ്കിലും പല്ല് പോകുന്ന രീതിയിലൊക്കെ ആരെങ്കിലും കള്ളം പറയുമെന്ന് ചോദിക്കുമ്പോ നീ വിചാരിക്കുന്നത് പോലല്ല. പൗഡർ എടുത്തി എന്ന് പറയുന്നത് ഭയങ്കര കേടിയാണ്. അവൾ എന്തും ചെയ്യും. ഇപ്പോ അവളുടെ പല്ല് പറിച്ചെടുത്തില്ലേ, അതുപോലെ തന്നെ അവൾ ഏത് തരത്തിലുള്ള ആളാണ്, അവളെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം നമ്മൾ പറിച്ചെടുക്കണം. അങ്ങനെ മലേഷ്യക്കാരി എന്നുള്ള സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലുവേദന അഭിനയിച്ചത്. പല്ലുവേദന അഭിനയിച്ച് ശ്രുതിയുടെ പല്ല് തന്നെ പൊരിച്ചെടുത്തിട്ടാണ് നമ്മുടെ വർഷ പോന്നിരിക്കുന്നത്. മറ്റുള്ളവരോട് കളിക്കുന്നത് പോലെയല്ല, വർഷയുടെ അടുത്ത് കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കളി പഠിക്കും എന്നുള്ള കാര്യം കൂടി നമ്മുടെ ശ്രുതിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്